7 പശു നമുക്ക് ഒരു ദിവസം 7,000 രൂപ വെച്ച് കിട്ടുന്നു. അപ്പോൾ നമുക്കൊരു മാസം 2,10,000 രൂപ വെച്ചു. ഞാനൊരു പശുവിനെ കാണിച്ചത് അവിടെ 42 ലിറ്ററാണ് ഒരു ദിവസം കറക്കുന്നത്. 42 ലിറ്റർ? അതെ. അത് നിങ്ങളുടെ പഴയ വ്ളോഗിലുണ്ട്. ബിസിനസ് മൈൻഡ് മാത്രം നോക്കുകയാണെങ്കിൽ ഞാൻ ബിസിനസ് മൈൻഡ് അല്ല. ഇത് തേങ്ങ പിണ്ണാക്കാണ്. 16 വയസ്സുള്ള ഒരു കുട്ടി ബൈക്കിനും കാറിനും വേണ്ടി വാശി പിടിക്കേണ്ടതിന് പകരം പശുവിന് വേണ്ടി വാശി പിടിച്ച് പശു വാങ്ങുന്നു. പിന്നീട് ആ യുവാവ് പ്രവാസത്തിലേക്ക് പോയി തിരിച്ചു മടങ്ങി വന്ന് ഒരു പശുഫാം തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഈ ഒരു പശുഫാമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ നിൽക്കുന്ന അങ്കമാലിക്കടുത്ത് കൊരട്ടിയിലുള്ള ലിൻസ് എന്ന ചെറുപ്പക്കാരന്റെ പശുഫാമിലാണ്. ഇവിടെ ഇദ്ദേഹത്തിന് 10 പശുക്കളുള്ളെങ്കിലും കാലത്ത് മാത്രം 160 ലിറ്റർ പാലുൽപാദനമുണ്ട്. ഇദ്ദേഹം ഓസ്ട്രേലിയയിലായിരുന്നപ്പോൾ പോലും അവിടുത്തെ ഫാം വിസിറ്റ് ചെയ്ത് പഠിക്കുകയും പിന്നീട് അതൊരു ബിസിനസ് ആക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്ന ഇദ്ദേഹത്തിന്റെ മനോഹരമായ പശുഫാമാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേര് പറയാവോ? എന്റെ പേര് ലിൻസ് എന്നാണ്. ഓക്കെ. അപ്പൊ ചേട്ടന് വേറെ ജോലി ഉണ്ടല്ലേ? അതെ, തീർച്ചയായും. അപ്പൊ എന്തുകൊണ്ടാണ് വേറൊരു ജോലിയിൽ ഇരിക്കുക ഈ ഒരു പശു വളർത്തലിലേക്ക് വന്നത്? ആക്ച്വലി ഇതെന്റെ ഒരു പാഷനാണ്. ഓക്കെ. കാരണം നമ്മൾ ഈ ജോലി എന്ന് പറയുന്നത് എനിക്ക് ചെറുപ്പത്തിൽ മുതലൊരു സ്വപ്നമാണ്. അതെ അല്ലേ? എൻ്റെ ഫാദർ ഓൾറെഡി ഈ കർഷകനാണ്. പുള്ളിക്കാരൻ ഇപ്പൊ ഏകദേശം ഒരു 70-72 ഏജ് ആയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം പശുക്കളെ കൊണ്ടു നടക്കണം. പശുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ. പക്ഷെ ചെറുപ്പത്തിൽ മുതൽ നമ്മളിത് കണ്ടതുകൊണ്ട് എനിക്കിത് ഉപേക്ഷിക്കാനും പറ്റണില്ല. മീൻസ് നമ്മുടെ എന്റെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതെ, അതാണ് ഞാൻ ഇവിടെ കൊണ്ട് നടക്കുന്നത്. അപ്പൊ എന്ത് ജോലിയാ ചെയ്യുന്നത്? ആക്ച്വലി ഞാനിപ്പോ ഒരു ജിമ്മിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ഈ ജിം ഫീൽഡ് മെയിൻ ആയിട്ട് മോർണിംഗ് 4:30 to until 10 o'clock ഈവനിങ് ഒരു 4:30 to until 10 o'clock ആണ്. ഇത് ഈ ബിറ്റ്വീനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും കൂടിയാണ് നമ്മുടെ പശുഫാം. കാരണം വെച്ചാൽ മോർണിംഗ് 2 o'clock തുടങ്ങി നമ്മുടെ ഒരു 5 o'clock നമ്മുടെ എല്ലാ ജോലിയും കാര്യങ്ങളെല്ലാം അവസാനിക്കും. അത് നെക്സ്റ്റ് നേരെ ജിമ്മിലേക്ക് പോവാം. ജിമ്മ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വീണ്ടും നമ്മുടെ തൊഴുത്തിൽ കയറി ജോലികളെല്ലാം ചെയ്യാം. വൈകുന്നേരം ഇതുപോലെ തന്നെ ഉച്ചത്തെ കറവയും പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ജിമ്മിലേക്ക് പോവാം. തിരിച്ചു വരാം 10 o'clock. അപ്പൊ എപ്പോഴും നമ്മള് ഒരു ഫുൾ ടൈം ബിസി ആയിരിക്കും. വേറെ പ്രശ്ന കാര്യങ്ങൾ നമുക്കൊന്നും ഉണ്ടാവുന്നില്ല. ടെൻഷൻ ഇല്ല. അതാണ് മെയിൻ. നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല, എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നു. പശുഫാം കൊണ്ടു നടക്കുമ്പോൾ എന്തായാലും നമുക്ക് വേറൊരു ഫീൽഡ് ജോലി നമ്മൾ എന്തായാലും എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്ക ജോലികളും മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 8 to 5 ആണ്. ആ ടൈമിൽ ഉച്ചത്തെ കറവ കാര്യങ്ങളെല്ലാം നമുക്ക് മിസ്സാവുകയും ചെയ്യും. പിന്നെ ഈ 2 ജോലിയും എൻ്റെ ഹോബിയും കൂടിയാണ്. കാരണം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാൻ 2021 നാട്ടിലെത്തി. കാരണം നമുക്ക് അവിടെ ഞാൻ ഓസ്ട്രേലിയ പെർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ താമസിച്ചത് നേരം ഏകദേശം 8-9 വർഷം അവിടെയായിരുന്നു. അവിടെ ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരും അവിടെയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് എന്താ പറയുക, നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടൊരു എന്താ പറയുക ഒരു ടെൻഷൻ അടിച്ച ലൈഫ്. അതായത് ഒരു എയർ പാസിംഗ് ഇല്ല, ഒന്നുമില്ല. ജോലിക്ക് പോകാൻ തിരിച്ചു പോരാ ഒരു മെഷീൻ ലൈഫായിട്ട് മാറി. പക്ഷെ എനിക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഞാൻ തിരിച്ചു പിടിക്കുന്ന നാട്ടിലേക്ക് പോന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറുപ്പത്തിൽ മുതൽ നമ്മൾ കണ്ടു വളർന്ന ഒരു ഫീൽഡ് ഇതായതുകൊണ്ട് ഞാൻ ഇതിനെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അല്ലെ, ഏറ്റവും റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? തീർച്ചയായും. നമ്മുടെ നാടിന്റെ പച്ചപ്പും അല്ലെ? പച്ചപ്പും വേണ്ട, നമുക്ക് ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ ചായ കുടിക്കാം. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോകാല്ലേ, ഇഷ്ടം പോലെ കടകളാണ്. അവിടെ ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറന്റ് അന്വേഷിച്ച് പോകണം. അവിടെ ആയിട്ട് എപ്പോഴും അവൈലബിൾ ആയതുള്ള ഒരു ബർഗറും മറ്റേ പിസയും മാത്രമേ ഉള്ളൂ. രാത്രി 8 മണി കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റും ക്ലോസ്ഡ് ആണ്. നമുക്ക് രാത്രി 10 മണിയാകുമ്പോൾ വിശക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ തൊട്ടടുത്തുള്ള ധാബയിൽ പോകും. എപ്പോഴും അവൈലബിൾ. നമ്മുടെ നാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ അവൈലബിൾ ആണ്. എനി ടൈം 24 hours നമുക്ക് എന്തോ അവൈലബിൾ ആണ്. മറ്റുള്ള രാജ്യങ്ങൾ അതില്ല. നമ്മുടെ രാജ്യത്താകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക പ്രയോറിറ്റി കിട്ടും. നമുക്ക് പ്രയോറിറ്റി മാത്രമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്. നമ്മൾ പുറത്ത് പോയി നിന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഇവിടേക്ക് തിരിച്ച് എൻ്റെ വീട് പണിയാൻ വേണ്ടി ഞാൻ പ്ലാനും കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടി വന്ന ആളാണ്. നിർത്തി വരുന്ന ഉദ്ദേശമല്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ തോന്നിയില്ല. പിന്നെ ഞങ്ങളിവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പൊ എത്ര നാളായി ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 2008 ഏകദേശം ഞാനൊരു 10 കഴിഞ്ഞൊരു +1 +2 കാലഘട്ടത്തിൽ ഞാൻ വന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ പറയുന്നത് എൻ്റെ ഫാദറിന് ഓൾറെഡി പശുക്കളുണ്ട്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അപ്പച്ചൻ പറയും, ഇപ്പോൾ പഠിക്കാല്ലേ, പോയി പഠിക്കടാ ഓടി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അടുപ്പിച്ചില്ല. ലാസ്റ്റ് ഞാൻ ഈ നമ്മൾ പിള്ളേർ കറിയണം എന്താ പറയുക, ഒരു ബൈക്ക് വേണം, കാർ വേണം കറിയണ പോലെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പശു വേണം. സാധാരണ നമ്മള് ആമ്പിള്ളേരും ബൈക്ക് ഞാൻ എന്നിട്ടൊരു അപ്പൊ ലാസ്റ്റ് അപ്പച്ചൻ ഒരു 7 മാസം ചെനയുള്ള ഒരു പശുവിനെ നമുക്ക് മേടിച്ചു. എന്നുവെച്ചാൽ ആദ്യത്തെ പ്രസവമാണ്, കറവയില്ല. കാരണം 7 മാസം ചെനയിലും കറവ വറ്റിച്ച് വരുന്ന പശുക്കളാണ്. അവരെ 2 മാസം ഞാൻ ഈ പറമ്പിലും കാട്ടിലും കൊണ്ട് നടന്ന് തീറ്റിച്ച് പണി പഠിച്ചു. പശുവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ A to Z ഞാൻ ആ ഒരു പശുവിൽ പഠിച്ചു. കാരണം പിന്നെയാണ് കറവയിലേക്ക് വരുന്നത്.
പിന്നെ ആ പശു പ്രസവം നമ്മൾ 7 മാസത്തിൽ കൊണ്ടുവന്നപ്പോൾ ഈ പശു നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി. പിന്നെ ആ പശു പ്രസവിച്ച് തന്നെ കറവയും കാര്യങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഞാൻ പതുക്കെ 1, 2, 3 ഇങ്ങനെ പറഞ്ഞ ചെറിയ ചെറിയ പശുക്കളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് വിസ വരുന്നത് ഓസ്ട്രേലിയയിൽ. ഞാൻ ആ ഫയർ ആൻഡ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് കിട്ടിയ ഓപ്ഷൻ വേറെ നിങ്ങൾക്കറിയാം നല്ലൊരു വിസ നമുക്ക് ഓസ്ട്രേലിയക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാണ്ടിരിക്കാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇത് ഓൾറെഡി നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. നമ്മൾ അവിടെയാണെങ്കിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയാണ് ഞാൻ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വീക്കെൻഡ്സ് അല്ലെങ്കിൽ ഓഫ് ഡേയിലുള്ള പരിപാടി. എൻ്റെ ഹോബി എന്ന് പറയുന്നത് അവിടെയുള്ള ഫാമുകൾ വിസിറ്റിംഗ് ആണ്. ഓസ്ട്രേലിയ അത്യാവശ്യം പശുക്കളുള്ള നാടാണ്. അപ്പോൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു വരും. അത് കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഹൈബ്രിഡ് പശുക്കളൊക്കെ പഠിച്ചത് ഞാൻ കൂടുതൽ പഠിക്കണേ. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. അങ്ങനെ ആദ്യം ഞാൻ നാട്ടിലെ ക്ലൈമറ്റും കാരണം എനിക്കറിയില്ല. ഞാൻ ഇത്രയും ഒരു 8-9 വർഷം കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ആയിക്കൂടി പഠിച്ചത് എരുമേനെ പറ്റിയാണ്. കാരണം എരുമയ്ക്ക് ഏത് ക്ലൈമറ്റും സൂട്ടാവും. അങ്ങനെ എരുമയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എരുമ കുറച്ച് കാലം നമ്മൾ വളർത്തി. പക്ഷേ എരുമപ്പാലിന് നമുക്കിവിടെ സെയിൽ കുറവാണ്. അങ്ങനെ എരുമേനെ പതുക്കെ മാറ്റി നമ്മൾ നേരെ പശുക്കളിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മൊത്തം ഹൈബ്രിഡ് പശുക്കളാണ്. അങ്ങനെയാണ് പശു. എരുമേനെ വളർത്തിയായിരുന്നു അന്ന്? ഞാൻ എരുമയാണ് ഫസ്റ്റ് എൻ്റെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം. അതിന് മുന്നേക്ക് വളർത്തിയായിരുന്നു? അപ്പൊ ഈ +2 കാലഘട്ടങ്ങളിലൊക്കെ ഈ പശുവിനെ വളർത്തിക്കൊണ്ടാണ് പഠിത്തം കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ ആ +2 കാലഘട്ടത്തിൽ എനിക്ക് ആയിക്കൂടി ഒറ്റ പശുവുള്ളൂ. മനസ്സിലായോ? രാവിലെ എഴുന്നേറ്റ് തീറ്റ കൊടുക്കാൻ നേരെ പറമ്പിൽ കൊണ്ടേക്കട്ടെ, പിന്നെ നേരെ പഠിക്കാൻ പോകാൻ തിരിച്ചു വരാം. അങ്ങനെ ഒരു ലൈഫായിരുന്നു. കാരണം നമുക്ക് പണി പഠിക്കണല്ലോ. പിന്നെ നോക്കിയപ്പോൾ അപ്പച്ചനെ ഓൾറെഡി ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി തിരിച്ചിങ്ങോട്ട് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത്രയും ഗ്യാപ്പ് വന്നു, മരുന്ന് കാര്യങ്ങൾ അറിയില്ല, എന്താ ചെയ്യണം. കാരണം നമ്മൾ മറന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചു. പിന്നെ നമുക്ക് എരുമയാണ് വളർത്താൻ കുറച്ചുകൂടി അസുഖങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞ് എരുമേനെ തുടങ്ങി. വീണ്ടും നമ്മൾ 10-12 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഏകദേശം നമ്മൾ കൈക്കറവ മറന്നിട്ട്. പിന്നെ എരുമ വേറെ പ്രത്യേകം ചുരപ്പ് വിട്ട് കഴിഞ്ഞാൽ മീൻസ് കറക്കണ സമയത്ത് ചുരപ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എരുമ കാലനക്കൂല. അപ്പോൾ 12 നേരം കറക്കാം. അപ്പോൾ അങ്ങനെ കറന്ന് സ്പീഡ് പഠിച്ചതിന് ശേഷമാണ് കറവയും കാര്യങ്ങളും കറക്റ്റ് ആയതിനു ശേഷമാണ് നല്ല ഹൈബ്രിഡ് പശുക്കളെ മേടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഹൈബ്രിഡ് പശു സെലക്ട് ചെയ്തത്? അതെ. ഇല്ല. എന്തുകൊണ്ടാണ് ഈ ഹൈബ്രിഡിലേക്ക് വന്നത്? ഞാൻ അത് ചൂസ് ചെയ്യാൻ കാരണം എന്തായാലും എനിക്കെല്ലാം ബെസ്റ്റ് ആയിരിക്കണം. അതാണ് എൻ്റെ ഒരു പോളിസി. എടുക്കുമ്പോൾ ബെസ്റ്റ്, ചെയ്യുന്ന കാര്യങ്ങളും ബെസ്റ്റ്, അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളാണ്. ഏത് കൊണ്ടുവന്നാലും അയ്യോ ചെറിയ പശുവാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കുമ്പോൾ അയ്യോ കൊള്ളില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തിനും നല്ല പശുവാണ്, നമുക്ക് ഇങ്ങനത്തെ കിട്ടിയ ഒരു ചിന്ത. എന്തിനും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം. ബെസ്റ്റ് മേടിക്കുക. ഇവിടെ ട്രീറ്റ്മെന്റിനാണെങ്കിൽ ഡോക്ടേഴ്സ് നല്ല കമ്പനി എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം നല്ല സപ്പോർട്ടിങ് ആണ്. അങ്ങനെ ഹൈബ്രിഡ്സ് സ്റ്റാർട്ട് ചെയ്തു. ഹൈബ്രിഡ് സെലക്ട് ചെയ്തപ്പോൾ ആക്ച്വലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിലുണ്ടാവണം. അതായത് എപ്പോഴും നമ്മളെ കൺവേർട്ട് ഉണ്ടാവണം. ഞാൻ ഇവിടെ കണ്ടില്ല, നിങ്ങൾക്ക് ഞാൻ ഇവിടെ ആയിക്കോടി ഒരു പണിക്കാരനില്ല. ഇല്ല, സത്യം ഇവിടെ ആരും ഇല്ല. ഇവിടെ ചേട്ടനും പിന്നെ അപ്പച്ചനും മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇവിടെ പണിക്കാരൻ നിർത്തുന്നില്ല. കാരണം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാരണം ഹൈബ്രിഡ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു ചെവി ഇങ്ങനെ താഴ്ത്തി വരാൻ മനസ്സിലാവും അവർക്ക് എന്തോ പണി ഉണ്ട്. നമ്മൾ അതിന്റെ പിന്നിക്കൂടെ നമ്മൾ ശ്രദ്ധിക്കും. കാരണം അടുത്ത പണി എന്താ വരെ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ നിൽക്കണം. പണിക്കാരാണെങ്കിൽ ഇതും ശ്രദ്ധിക്കുന്നില്ല. ആയിക്കോട്ടെ ഇപ്പോൾ പണിക്കാരൻ എന്ന് പറയുന്നത് ഒരു കറക്കാൻ വേണ്ടി ഇത്രയും പശുക്കളെ കൈക്കറവയാണ് എനിക്കിവിടെ കറക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വരുന്നുണ്ട്. ആ ചേട്ടൻ മാത്രമാണ് എനിക്ക് പണിക്കാരനായിട്ടുള്ളത്. അല്ലാതെ പശുക്കളെ തീറ്റ കൊടുക്കല്, കുളിപ്പിക്കല് കാര്യങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ പശുവിനെ എന്താ പറയാ ഇവിടെ തൊട്ട് കഴിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതെ. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ഹൈബ്രിഡ് പശുവിൽ നിന്നാണ് തുടങ്ങിയത്? ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റ പശു ഹൈബ്രിഡ് ഒരെണ്ണത്തിന് സ്റ്റാർട്ട് ചെയ്തു. അത് എത്ര ലിറ്റർ പാൽ? അന്ന് തന്നെ എനിക്ക് ഒരു നേരം രാവിലെ ഒരു 15-14 ലിറ്റർ പാലുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഒരു 10 ലിറ്റർ പാൽ ഏകദേശം ഉണ്ടായിരുന്നു ഒറ്റ പശുവിന്. പിന്നെ അത് സമയത്ത് ഞാൻ തന്നെ കേട്ടോ കറക്കുന്നത്. പിന്നെ ഞാൻ എണ്ണം കൂട്ടി കഴിഞ്ഞപ്പോൾ ഈ പശു പാല് നമ്മൾ കൈക്കറവയാണ്, കറന്ന് തീരണ്ടേ. ഒരു 20 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ എങ്ങനെ കറന്ന് തീരാണ്. അതുപോലെ ഇത്രയും പശുക്കളെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റാണ്ടായി. അങ്ങനെയാണ് ഒരാളെ നിർത്തിയത്. ആളെ നിർത്തി കഴിഞ്ഞപ്പോൾ ആൾക്ക് കറവക്കാരുടെ ഫീസ് അറിയാലോ. ഒരു 5 ലിറ്റർ കറക്കുന്നതായാലും 10 ലിറ്റർ കറക്കുന്നതാണ് 20 ലിറ്റർ കറക്കുന്ന അയാൾക്ക് ഫീസ് ഒന്നും തന്നെയാണ്. 1500 ഒരു 50 രൂപ വെച്ച് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നല്ല ബ്രീഡിന് മേടിക്കാം. പിന്നെ ഇവിടെ ആണെങ്കിൽ തീറ്റ കൊടുക്കുന്നതാണെങ്കിലും ഇപ്പൊ ചെനയായാലും കറവയായാലും ഇടക്കറവയായാലും എല്ലാം ഒറ്റ അളവ് തീറ്റയാണ്. ഞാൻ ഇങ്ങനെ എന്താ പറയാ പാലിനനുസരിച്ച് തീറ്റ കുറയ്ക്കുന്ന പരിപാടി എനിക്കില്ല, ഒരിക്കലും ഇല്ല. കാരണം അത് മാത്രമല്ല ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് പുതിയ സിസ്റ്റം അല്ല, നമ്മുടെ പഴയ കാരണവന്മാർ ചെയ്യുന്ന ഫോളോ ഞാൻ ചെയ്യുന്നത്. അതായത് വെള്ളം ഒഴിച്ച് കലക്കി ഒരു വട്ട നിറച്ചും വെള്ളത്തിൽ കലക്കി ഇങ്ങനെ മിക്സ് ചെയ്യാൻ പോകണുള്ളത്. നന്നായിട്ട് വെള്ളത്തിൽ കലക്കി കുതിർത്ത് ഇവർക്ക് കൊടുക്കും. വയറ് ഫുള്ളായിട്ട്. എനിക്ക് എപ്പോഴും വയറ് ഫുള്ളായിട്ട് കാണണം.
ഓക്കെ, അപ്പൊ ഇതില് ചെനപ്പശുക്കളുണ്ടോ? ഇതിലിപ്പോ ഇല്ല, കാരണം ഉണ്ടായ ലാസ്റ്റ് ചെന ഉണ്ടായത് ഇപ്പൊ പ്രസവിച്ചു, മിനിഞ്ഞാന്ന് പ്രസവിച്ചിട്ടുള്ളൂ. പിന്നെ ഒരെണ്ണം കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചു, ഈ അറ്റത്ത് നിൽക്കുന്നത്. പിന്നെ അങ്ങനെയാണ് എല്ലാവരും ഈ ലേറ്റസ്റ്റ് ആയിട്ട് പ്രസവിക്കുന്നവരാ. ഞാനൊരു ഇല്ല, ഞാനൊരു 3 മാസത്തിൽ കഴിയുമ്പോൾ എല്ലാവരും ഞാൻ കൊടുക്കും. എന്തുകൊണ്ടാണ് ഈ പാല് മാത്രം അത് ചെനപ്പശുക്കളെ നിർത്താത്തത്? കാരണം ചെനപ്പശു നിർത്തി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറയുന്നത് പാല് കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് തീറ്റയുടെ അഭാവം എന്നുവെച്ചാൽ തീറ്റയുടെ പൈസ അത് നമ്മളൊരു 10 മാസം നോക്കി ചെന പിടിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് മാറി കിട്ടും. പിന്നെ ആ അത്രയും ടൈം ഗ്യാപ്പിൽ നമുക്ക് ആ ചിലവാണ് പൈസ ഉണ്ടെങ്കിൽ കിട്ടിയ പൈസയ്ക്ക് ആ പശുവിനെ കൊടുത്തിട്ട് വേറെ പുതിയ പശു നമുക്ക് മേടിക്കാം. അതെ, ഞാൻ അങ്ങനെ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഞാൻ പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഞാൻ നീണ്ട കറവ് ഞാൻ ചെയ്യുന്നില്ല. ഇല്ല, ഒരു പശു പ്രസവിച്ച് ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞ് 2ാമത്തെ ഹീറ്റിൽ ഞാൻ എല്ലാ പശുവിനെ കുത്തിവെച്ച് ചെന പിടിപ്പിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 3-ാം മാസത്തിൽ പശുക്കൾ എൻ്റെ ചെനയാവും. ഞാൻ ലോങ് ടൈം വിടാറില്ല, 6 മന്ത് 7 മന്ത് അങ്ങനെ ഞാൻ വിടാറില്ല. സാധാരണ ഈ ഹൈബ്രിഡ് പശുക്കൾ അങ്ങനെ നിർത്താറുണ്ട്. ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം എന്ന് പറയുന്നത് പെട്ടെന്ന് ചെന പിടിക്കില്ല. നമ്മൾ ലോങ് ടൈം കറന്നിട്ട്, എൻ്റെ അറിവാണ്, എനിക്ക് മറ്റുള്ളവരുടെ അറിവ് എനിക്കറിയില്ല, എൻ്റെ അറിവെന്ന് പറയുന്നത് ലോങ് ടൈം നമ്മൾ കറന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെന പിടിപ്പിക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലും ചെന പിടിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നു. എൻ്റെ അനുഭവമാണ്, എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആ ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞ് 2ാമത്തെ ഹീറ്റിലാകുമ്പോൾ ഞാൻ കുത്തിവെക്കും. ഇപ്പൊ നീ നിൽക്കുന്ന ബ്ലാക്ക് പശു, അവള് 3 മാസം ചെനയാ. പശു പ്രസവിച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രസവിച്ചിട്ടുള്ളൂ. ആ ഇവള് അപ്പോൾ പ്രത്യേകം 7 മാസമായിരിക്കും വരെ നമുക്ക് നല്ല രീതിയിൽ കറക്കാം. അത് വേറെ കാര്യം, കൊണ്ടുവന്നവർക്കാണെങ്കിലും അവർക്കും ബെനിഫിറ്റാണ്. പിന്നെ അത് മാത്രം നമ്മൾ കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് മാന്യമായ വില കിട്ടും. 3 മാസം ചെനയും 15 ലിറ്റർ പാല് രാവിലെ കറവയും ഉച്ചയിൽ 10 ലിറ്റർ പാലും കറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ വന്ന് മേടിക്കും. അപ്പൊ തീറ്റയ്ക്ക് വേറെ പൈസ കണ്ടെത്തണ്ട. നമ്മൾ കൂടി ആ മേടിച്ച പൈസക്ക് ഒരു 15,000 രൂപ കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഇതേ വലിപ്പത്തിലുള്ള ഒരു പൈസ നമുക്ക് മേടിക്കാൻ കിട്ടും. അതാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ചെന പിടിക്കുന്നവരെ ചെന പിടിച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. ഞാൻ ഈ ഫസ്റ്റ് 1, 2, 3 ഈ ബ്ലാക്ക് റൈറ്റ് സൈഡിൽ നിന്ന് 1, 2, 3 ഇവര് 3 തമിഴ്നാടാണ്. ഇത് ബാക്കിയെല്ലാം കന്നിക്കിടാക്കളാണ്. അതൊക്കെ ഞാൻ ഈ നാട്ടിൽ നോക്കി മേടിക്കുന്നത്. നാട്ടിൽ നിന്ന് ഇത്ര നല്ല പശുക്കളെ കിട്ടോ? അതെ, ഇത് ചാലക്കുടിയിൽ നിന്ന് ഒരു ചേട്ടനെ മേടിച്ച പശുവാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് കിട്ടും. അത് പക്ഷെ എമൗണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ ആരും അങ്ങോട്ട് പോവാത്തത്. 1 ലാഖിന്റെ വില എന്ന് പറയുമ്പോൾ ആൾക്കാരേക്കും എന്തൊരു വില, ഒരു കന്നിക്കിടാവിന്റെ വിലയാണോന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്. ഞാൻ ഇപ്പോഴും എൻ്റെ തിയോളജി എന്ന് പറയുന്നത്, ഒരു പശു വലുതായി കഴിഞ്ഞ് നല്ല വലിപ്പമുള്ള ഒരു പശു ആണെങ്കിൽ ഒരു 5,000-10,000 കൂടിയാലും ഞാൻ വിട്ട് കളയാറില്ല, ഞാൻ മേടിച്ച് കൊണ്ടുവരും. കാരണം ഗുണം കിട്ടുന്നുണ്ട്. കറവ നമുക്ക് എന്താ ഇടക്കറവയ്ക്ക് കൊടുത്താൽ ഇത്ര വലിപ്പമുള്ള പശു നമുക്ക് കയ്യിൽ നിന്ന് കാശ് പോകുന്നുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. മറ്റേതാണെങ്കിൽ ഒരു ചെറിയ പശു നമ്മൾ മേടിച്ചു, ഒരു 70,000 രൂപയ്ക്ക് മേടിച്ചു. ആ പശുവിനെ മേടിച്ച് നമ്മൾ ഒരു 4 മാസം കറന്നിട്ട് ആ പശു നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്ത് വില കിട്ടും? 30,000 രൂപ 35 രൂപ എന്ത് കിട്ടണം? ഇതാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള പശു എന്ന് പറയുമ്പോഴേക്കും നല്ല ഡിമാൻഡാണ്. ആക്ച്വലി മേടിക്കാൻ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇപ്പത്തെ അവസരത്തിൽ പശുക്കൾക്ക് 1.5 അല്ലെങ്കിൽ 1.30 വരുന്നത്. അപ്പൊ ഇത്രയും പൈസ കൊടുത്ത് പശുക്കളെ വാങ്ങിച്ചിട്ട് നമുക്ക് മുതലിക്കാമെന്നാണ് സാധാരണ പറയാറില്ല കർഷകരൊക്കെ. അതെ, പക്ഷെ നമ്മൾ ഒരു ഇപ്പൊ എക്സാമ്പിൾ ഒരു 1.10 നിങ്ങൾ കൂട്ടാം, 1,10,000 രൂപ. ആ 1,10,000 രൂപയ്ക്ക് നമ്മൾ പശുവിനെ മേടിച്ചത് രാവിലെ 15, ഉച്ചന് 10, ഏറ്റവും കുറഞ്ഞത് ഒരു 25 ലിറ്റർ പാല്. ഈ 25 ലിറ്റർ പാലിന് 1 ലിറ്റർ പാലിന് 50 രൂപ വെച്ച് കണക്കൂട്ട്. ഞാൻ ഡയറിൽ എനിക്ക് കിട്ടുന്ന ഒരു 50 രൂപ വില വെച്ച് കൂട്ടുന്നുണ്ട്. 50 രൂപ വെച്ച് കൂട്ടും. ഏകദേശം ഒരു 20 ലിറ്റർ അല്ലെ 25 ലിറ്റർ പാല് 1,250 രൂപ നമുക്ക് ഡയറിൽ കിട്ടുന്നുണ്ട്. തീറ്റയ്ക്ക് മാക്സിമം ഒരു 500 രൂപ നമുക്കിവിടെ ചെലവ് വരുന്നു. ബാക്കി 1000 രൂപ ഒരു പശു നമുക്ക് ഒരു ദിവസം കിട്ടാണ്. ഒറ്റ ദിവസം. മറ്റേതാകുമ്പോ ഹൈബ്രിഡ് അല്ല ക്രോസ് ബ്രീഡ് ആകുമ്പോ അത്രയും കിട്ടില്ല, നമുക്ക് അത്രയും കിട്ടൂല. അപ്പൊ ഏകദേശം ഇത് ഒരു 1000 രൂപ നമുക്ക് ഒരു പശു നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു മാസം എന്ന് പറയുമ്പോൾ 30,000 രൂപയായി പ്രോഫിറ്റ് മാത്രം. പിന്നെ അത് 3 മാസം കഴിയുമ്പോൾ നമുക്ക് 90,000 രൂപ കയ്യിൽ കിട്ടി. ഞാനിവിടെ മാക്സിമം ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് ഞാൻ പശുക്കളെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുമ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വലിയ വില നമുക്ക് നഷ്ടം വരാറില്ല. ഈ 90,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റാ. അതെ, നമ്മൾ കറന്ന് അതിന്റെ പാലിന്റെ പൈസ എല്ലാം എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന ബാലൻസ് ആണ് വരുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു മാസം നമുക്ക് 30,000 രൂപ ഒരു പശുന്ന് കിട്ടുകയാണെങ്കിൽ 7 പശുന്ന് ഒരു മാസം എത്ര രൂപ കിട്ടും? സിമ്പിൾ. അതാണ് ഹൈബ്രിഡ് പശുവിന്റെ പ്രത്യേകത. അപ്പൊ ചേട്ടൻ ഇവിടെ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ പോവാണ്. ഇവിടെ കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഇവിടെ പശുക്കൾക്ക് എന്തൊക്കെ തീറ്റ കൊടുക്കുന്നേ? ഇവിടെ നമ്മൾ കാലഫീഡ്, ചോളത്താവൂട്, തേങ്ങപ്പിണ്ണാക്ക്, മിനറൽ മിക്സ്ഡ് ഉച്ച കഴിഞ്ഞ്. രാവിലെ പരുത്തി പിണ്ണാക്കും കാലഫീഡും കാൽസ്യം ടോണിക്കും ലേശം കഞ്ഞിയും. എത്ര കിലോ നമ്മൾ കൊടുക്കും?
എത്ര കിലോ കൊടുക്കും ടോട്ടല്? 4.5 കിലോ വെച്ച്. 4.5 കിലോ എല്ലാ പശുക്കൾക്കും സെയിം അളവിൽ ചെയ്യുന്നത്. അതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാ പശുക്കൾക്കും ഒരുപോലെ കൊടുക്കുന്നത്? അത് മെയിനായിട്ട് നമ്മളിവിടെ പുല്ലിന്റെ അഭാവം ഭയങ്കര. പിന്നെ അത് മാത്രമല്ല ഇത്രയും വലിയ പശുക്കളൊക്കെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ നിന്നിട്ട് തന്നെ എന്റെ പശുവിനെ കാണുന്നുണ്ടോ? ഇവരാണ് എന്റെ പശുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ വയറ് നിറയണ്ടേ? ഈ 2 കിലോ 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ പശുവിന്റെ പാലിന് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന വയറ് നിറയാനാ? ഞാൻ നിങ്ങൾ ആദ്യമേ പറഞ്ഞു, ഞാൻ പ്രോഫിറ്റ് അല്ല ഇവിടെ നോക്കുന്നത്. ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് എപ്പോഴും പശുവിൻ്റെ ഒരു പാഷനാണ് എൻ്റെ. അതുകൊണ്ടാണ് ഞാൻ എമൗണ്ട് ലാഭം എന്ന രീതിയിൽ ഞാൻ അധികം കെയർ ചെയ്യാത്തത്. സാധാരണ നമ്മളെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഈ പാലുൽപാദനം അനുസരിച്ചാണ് നമ്മൾ കൊടുക്കണ്ടേ എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചോദിച്ചത്. അതെ, അല്ല അത് നമ്മളത് ബിസിനസ് മൈൻഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റാ. ബിസിനസ് മൈൻഡ് മാത്രം നോക്കുകയാണെങ്കിൽ. ഞാൻ ബിസിനസ് മൈൻഡ് അല്ല. ഇത് തേങ്ങ പിണ്ണാക്കാണ്. തേങ്ങ പിണ്ണാക്ക് കുതിർത്തിട്ടുണ്ടോ? കാലത്ത് ഇതുപോലെ തന്നെ ഒരു മണിക്കൂർ മുമ്പ് കുതിരിട്ടാൽ മതി. ഞാൻ ഇതിന്റെ ഡ്രൈവ് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാ പശുക്കൾക്കും ഉള്ളതാണോ? എല്ലാ പശുക്കളും. ഇതിപ്പോ നമുക്ക് എത്ര ചെലവ് വരും ചേട്ടാ സാധാരണ? ഞാനൊരു 500 രൂപ കണക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 500 രൂപ സാധാരണ 350 രൂപ സാധാരണ പറയണത്. ഞാനൊരു 500 രൂപയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അത്രയും വരും ഞാൻ കൃത്യമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. എങ്കിൽ കാരണം ഓരോ ദിവസം ഓരോ റേറ്റാ. അതുകൊണ്ട് കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഈ 500 തീറ്റയ്ക്ക് ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് ബാക്കി നമ്മുടെ കയ്യിൽ കിട്ടുമോ? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഇത്ര ഞാൻ 25 ലിറ്റർ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പാലിന്റെ അളവാണ് പറഞ്ഞത്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. നമ്മളിങ്ങനെ വലിയ പാലിന്റെ വില ഒറിജിനൽ പാലിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഞാനൊരു പശുവിനെ കാണിച്ചത്. അവിടെ 42 ലിറ്റർ ആണ് ഒരു ദിവസം കറക്കുന്നത്. 42 ലിറ്റർ? അതെ. അത് നിങ്ങളുടെ പഴയ വ്ളോഗിലുണ്ട്, ഞാൻ അത് പറഞ്ഞു. ആ പശു ഞാൻ കാണിച്ചു തരാം. 42 ലിറ്ററാണ് അവള് നമുക്ക് ഇവിടെ തരുന്നത്. അങ്ങനെ പിന്നെ നിൽക്കുന്ന ബ്ലാക്ക് പശു 32 ലിറ്റർ. അങ്ങനെയാണ് ഓരോരുത്തരുടെ അളവ്. ഇവിടെ പാൽപാലം കൂടുതലുള്ള പശുക്കളാണല്ലോ ഉള്ളത്. ഓ അപ്പൊ നമ്മൾ തിരിച്ചളവ് കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് 20-25 എന്ന് പറയുമ്പോ നമ്മൾ ആരോഗ്യം എങ്ങനെയാലും പറയാൻ പറ്റുള്ളൂ. വലിയ പാലിന്റെ അളവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും വലിയ ഭയങ്കര ചാടയാ അത്രയൊന്നും ഇല്ല എന്നല്ലേ പറയുള്ളൂ. അതെ പെട്ടെന്ന് ഞാൻ ആലോചിച്ചു 500 രൂപ എന്ന് പറയുമ്പോ വെള്ളം കിട്ടുമെന്ന് ഞാൻ ആലോചിച്ചേ. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ. ഇതിങ്ങനെ വെള്ളം പോലെയാണോ കൊടുക്കുന്നത്? നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി കണ്ടോ? അവിടെ ആരെങ്കിലും പശുക്കൾ ഡ്രൈ ഫുഡ് കൊടുക്കണോ? ഇല്ല, ഇതിങ്ങനെ പൊളിച്ച് അവരിങ്ങനെ കൂടി കൂടുതൽ വെള്ളത്തിലാണ് കൊടുക്കണ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് വട്ടക ചെറുതാ. ഇത് കഴിഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും. ഏറ്റവും കൂടുതൽ നല്ല പശുക്കളും അതുപോലെ തന്നെ എല്ലാം ഉള്ളത് തമിഴ്നാട് ഏരിയകളിലാണ്. അവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളും തന്നെ. അവിടെ നോക്കി പഠിച്ചതാണ് ചേട്ടൻ ഇങ്ങനെ തീറ്റ കൊടുക്കുന്നത്? ഇത് പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാ. അല്ല പണ്ടത്തെ ആൾക്കാർ ഒരിക്കലും ട്രൈ കൊടുത്തിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ കഞ്ഞി എല്ലാം കൂടെ കൂടി. ഇത് കഞ്ഞി ഉണ്ടെന്ന് തോന്നുന്നു. കഞ്ഞിണ്ട്. 2 തരം കൊടുക്കും. അപ്പൊ തേങ്ങ പിണ്ണാക്കിൽ കഞ്ഞി ഉണ്ടാവും. ഞാൻ കഞ്ഞി കൂടി ഇട്ടിട്ടാണ് കുതിർക്കാറുണ്ട്. കഞ്ഞി ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ചേട്ടൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹൈബ്രിഡ് പശുക്കൾക്ക് പഴയ രീതി അത്ര ബെനിഫിറ്റ് ആവില്ല എന്നാണ് പറഞ്ഞ കേൾക്കുന്നത്. പക്ഷെ ചേട്ടന് പഴയ രീതിയിലാണ് കൊടുക്കുന്നത്. ഞാൻ പഴയ രീതി ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മൾ തമിഴ്നാട്ടിൽ നല്ല പശുവിനെ മേടിച്ചേ ഹൈബ്രിഡ് പശുക്കള്. അവര് കൊടുക്കുന്നത് ഇത് തന്നെയല്ലേ കൊടുക്കുന്നത്. ഈ വെള്ളത്തിൽ കലക്കിൽ അവര് കൊടുക്കണേ. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് സൂട്ടാവാത്തത്? ഇവിടെ വരുമ്പോഴാണ് എല്ലാവരും ഡ്രൈ കൊടുക്ക്, അത് കൊടുക്ക്, ഇത് കൊടുക്കുന്ന പറയണേ. ഈ ഹൈബ്രിഡ് പശുക്കൾ അല്ലെങ്കിൽ ചിന്താമണി പശുക്കൾ നമ്മൾ പോയി മേടിക്കുന്നതൊക്കെ പുറം രാജ്യങ്ങളോ അല്ല സോറി പുറത്തുനിന്ന്. അവിടെ എന്തുകൊണ്ട് അവരെല്ലാവരും വെള്ളത്തിൽ കൊടുക്കണേ? ഞാനൊരു ക്വസ്റ്റ്യൻ അല്ലേ. അവിടുന്ന് നമ്മൾ മേടിക്കുന്ന സ്ഥലത്ത് ഇത്ര നല്ല പശുക്കളും കാര്യങ്ങളുണ്ട്. പക്ഷെ അവർ വെള്ളത്തിൽ കൊടുക്കണേ. അതെന്താ അവർക്ക് ഡ്രൈ ആയിട്ട് കൊടുത്താൽ പണി എളുപ്പമല്ലേ അവർക്ക്? അത് സാധാരണ ഡോക്ടേഴ്സ് ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. നമ്മളിങ്ങനെ അവർക്ക് ദഹിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതെ അവര് പറയുന്നത്. നമുക്ക് നമ്മളെന്താ പറയാ, ബയോളജി പരമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്സ് പരമായിട്ടോ നമുക്ക് അങ്ങനെ പറയാം. എന്നാൽ പ്രാബല്യത്തിൽ വരുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നമ്മുടെ പഴയ സ്റ്റൈൽ തന്നെയാണ്. ഞാൻ ഒരുപാട് ഫുഡുകൾ ട്രൈ ചെയ്തതാണ്. ലാസ്റ്റ് ഇപ്പോഴും വന്നിരിക്കുന്നത് നമ്മുടെ പഴയ കേരള ഫീഡും നമ്മുടെ KS ട്രൈ ചെയ്തിട്ടുണ്ട്, സുപ്രീം ട്രൈ ചെയ്തിട്ടുണ്ട്, സൈലേജ് നോക്കിയിട്ടുണ്ട്, പൈനാപ്പിൾ നോക്കിയിട്ടുണ്ട്, പിന്നെന്താ മിക്സഡ് തീറ്റ നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ ഒന്നുമില്ല ഞാൻ സക്സസ് കാണാത്തത്. അത് മുതൽ അസുഖങ്ങൾ കൂടുതലും കാണിക്കണം. നമ്മുടെ പഴയ സ്റ്റൈലിലേക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പശുക്കളെ കാണിക്കണം പോലെ തീറ്റയ്ക്ക്. അതെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നാണ് ചേട്ടൻ പറയണത്. അനുഭവം. അതെ പശുപാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ പഠിച്ചിട്ട് കാര്യമുള്ളൂ. എക്സ്പീരിയൻസ്. കാരണം അതിന് നോക്കിയിട്ട് കാര്യമുള്ളൂ.
അതുങ്ങൾ തീറ്റ തിന്നാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കട്ടാ. അതെ. ഇതിലേതാ ടോപ്പ് പശു? എന്റെ ഈ നിൽക്കുന്നോളൂ ഇതാണ് 42 ലിറ്റർ എന്ന് പറഞ്ഞത്. 42 ഇപ്പോഴും കറക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഇവള് വരും. ഇതാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട്. നിങ്ങളുടെ വീഡിയോയില് അല്ല, ആക്ച്വലി ഞാൻ അതിന് കച്ചവടം ചെയ്ത് വെച്ച പശുവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എടുക്കാൻ ടൈം പറയുന്നു, ഇത്ര എമൗണ്ട് അല്ലേ, അതിന് ഞാൻ എടുക്കാൻ പോണ നേരത്താണ് നിങ്ങൾ പോയി വീഡിയോ എടുത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമ്മൾ മേടിച്ച പശുവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടനെ അന്ന് പറയുകയും ചെയ്തു, നിങ്ങൾ മേടിച്ച പശുവിനെ അത്യാവശ്യം എമൗണ്ട് ആയില്ലോ അതിന്റെ. പിന്നെ അറിയാം, എമൗണ്ട് നിങ്ങൾക്ക് അറിയാലോ. ഇതിപ്പോ എത്രാമത്തെ പ്രസവമുള്ള പശു വരുന്നത്? അവര് പറഞ്ഞ രണ്ടാമത്തെ പറഞ്ഞ, എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ആയിരിക്കാം. ഇവര് രണ്ടുപേരും ഒരേ പെയറായിട്ട് നിന്നോരാ, ഒരുമിച്ച് നിന്ന പശുക്കളാ. ഇവിടെ അവിടെ നിന്ന് വാങ്ങിച്ചേ? സെയിം. ഇവക്ക് എത്ര ലിറ്റർ? ഇവൾക്ക് ഏകദേശം ഒരു 35-36 ലിറ്റർ പാല്. ചേട്ടാ കൊടുത്താ പശുക്കള് ചോദിക്കും. അതെ, കാരണം ഇവരുടെ ടൈമാണ്. അതെ അല്ലെ. എത്ര മണിക്കാ കൊടുക്കുന്നത് പശുക്കൾക്ക് തീറ്റ? ഉച്ചക്ക് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. കറവയ്ക്ക് മുന്നേ കൊടുക്കൂല അപ്പൊ? ഇല്ല, അതില്ല. കറവ ഇതൊക്കെ എല്ലാം ഒരുമിച്ചാണ് നടക്കണേ. അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. എളുപ്പം എന്ന് പറയുന്നത് പണിഭാരം, പണി സമയം, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ എത്ര സമയം എടുക്കും നമ്മള് ഈ തൊഴിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ? 1.5 മണിക്കൂർ രാവിലെ, വെളുപ്പിന് 1.5 മണിക്കൂർ വൈകിട്ട്. 1.5 മണിക്കൂർ എടുക്കും? 3 മണിക്കൂർ കൊണ്ട് എന്റെ എല്ലാ പണിയും കഴിയും. അതെങ്ങനെയാ ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ നിങ്ങളിപ്പോ എന്റെ തൊഴുത്ത് കണ്ടോ, എല്ലാം പല സ്ഥലങ്ങളിലാണ്. കാരണം ഞാൻ അത് ചെയ്തത് ഒരു സ്ഥലത്ത് കറവയും ആദ്യം കറവക്കാരൻ വരുന്നതിന് മുമ്പ് തന്നെ പശുക്കളെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കും. ഒരു സെക്ഷൻ അത് ഒരുപാടില്ല, ഒരു 3 അല്ലെങ്കിൽ 4 വെച്ച്. അത് കഴിയാറുമ്പോഴേക്കും കറക്കണ ആളെത്തും. ആളെത്തി കഴിയുമ്പോഴേക്കും ഞാൻ അടുത്ത തൊഴുത്തിലേക്ക് മാറും. അടുത്ത തൊഴുത്ത് കഴുകി കഴിയുമ്പോഴേക്കും അവിടുത്തെ കറവയും കഴിഞ്ഞ് അയാൾ ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്കും ഓൾറെഡി നമ്മുടെ അല്ല, അപ്പോൾ കറവക്കാരൻ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ അടുത്ത തൊഴിലേക്ക് മാറും. അത് ഒരേ സമയം എല്ലാ ജോലി ഒരുമിച്ച്. അങ്ങനെ പണിതാണ് ഈ പശു തൊഴുത്ത്. അതെ. ഇതിപ്പോ ഒരു തൊഴുത്തും ഇത്, പിന്നെ ഇത് അടുത്തത് രണ്ടാമത്തെ തൊഴുത്താണ്, പിന്നെ മൂന്നാമത്തെ തൊഴുത്ത്. എത്ര തൊഴുത്തുണ്ട് ചേട്ടാ? 4. വേറെ എവിടെ? കോർണറിലുണ്ടോ? ആ സൈഡിലും തൊഴുത്തുണ്ട് കേട്ടോ. അപ്പൊ ഓരോ തൊഴുത്തിലും എത്ര പശുക്കളെ വെച്ചാ നിർത്തിയേക്കുന്നേ? 4 ഒരെണ്ണത്തില്, പിന്നെ ബാക്കിയുള്ളതിൽ 3 വെച്ച്. അപ്പൊ ഇവിടെ കുട്ടികളെ നിർത്താറില്ലേ? അപ്പൊ ഇല്ല, ഞാൻ കുട്ടികളെ വളരെ റയറാണ്. പശുക്കളാക്കളാണെങ്കിൽ ഞാൻ നേരെ എനിക്ക് വണ്ടിയുടെ ഡ്രൈവർ ഉണ്ട്, ആൾക്ക് ഞാൻ വളർത്താൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ പ്രത്യേകം പറയുന്നത് നമ്മുടെ പശുക്കളുടെ ഇത് നമുക്ക് തന്നെ കിട്ടും. വലുതായി കഴിഞ്ഞപ്പോൾ അവർ ചെന പിടിപ്പിച്ച് നമുക്ക് തന്നെ തന്നോളൂ. അങ്ങനെ ഉദ്ദേശിച്ചല്ലേ? അതെ. സാധാരണ എന്താ പറയാ, പഴയ കർഷകർ ചെയ്യുന്ന അവർ കുട്ടികളെ വളർത്തിയെടുക്കുക, അങ്ങനെ ചെയ്ത്. ഇതിപ്പോ ചേട്ടൻ വേറെ ആൾക്ക് വളർത്തിയിട്ട് അവരെന്ന് വാങ്ങിച്ചെടുക്കും. ചേട്ടാ ഈ പശുവിന് ചേട്ടൻ 42 ലിറ്റർ പാല് കിട്ടും പറഞ്ഞു. അത് കിട്ടും ചേട്ടന് ഉറപ്പുണ്ടായിരുന്നു? ഇപ്പൊ പലരും പറയുന്ന അങ്ങനെ കിട്ടുമോ, ഇനിയിപ്പൊ അത് വാങ്ങിയാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട് ആദ്യമേ, ഞാനൊരു NRI ആയിരുന്നു. ഞാൻ അവിടെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കൺട്രിയിലും ഞാൻ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള നമ്മളെ പശുക്കളൊക്കെ വെച്ചും നമ്മുടെ പശുക്കളൊന്നുമല്ല ബേസിക്കലി. അവിടുത്തെ കറയും കാര്യങ്ങളും അല്ലെങ്കിൽ പാല് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പശു 42 ഉള്ളൂ എന്നുള്ള നമ്മൾ ചിന്തിക്കും, അത്രയ്ക്ക് ഉള്ളൂ എന്നുള്ള ചിന്തിക്കുള്ളൂ. പിന്നെ അവിടെ വലിപ്പം കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വന്നു കഴിയുമ്പോൾ ഏകദേശം ആ മോഡലൊക്കെയാണ് ഞാൻ ഇവരെല്ലാവരും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ഏകദേശം എന്തോരം പാല് കിട്ടും. എങ്ങനെ പൊട്ടിച്ചാലും നമുക്കൊരു 30 താഴെ പോവില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും. സാധാരണ പശുക്കൾക്ക് ഇത്രയും പാല് പറഞ്ഞ വിൽപ്പനക്കാരാ. അപ്പൊ ചേട്ടന് പശു വിൽപ്പന ഉണ്ടോ? ഇല്ല, പശു കാരണം ഇത്രയും വില കൊടുത്ത് നമ്മൾ പശുവിനെ മേടിക്കുമ്പോൾ എന്തായാലും വിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാലോ. സിമ്പിൾ ആയിട്ട് ഇത്രയും വിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മേടിക്കും? വളരെ ചുരുക്കം പേര് മാത്രം. ഒരു പശുവിൻ്റെ വില ഇത്രയും വില എന്ന് പറയുമ്പോഴേക്കും ആര് മേടിക്കാനാ? അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിലയുടെ മേടിക്കാൻ തന്നെ. കാരണം പകുതി ആൾക്കാർ ഇവിടെ വരില്ല, മെയിൻ കാര്യം. അല്ലെങ്കിൽ പശു ഉണ്ടോ ചേട്ടാ, അവിടെ പശു ഉണ്ടോ ചോദിച്ചു വരും. ഇപ്പം നാട്ടിലേക്ക് പൊതുവെ പറയുന്നത് അവരുടെ അടുത്ത് പോയി വില കൊണ്ടാവില്ല. കാരണം എന്താ, ഇത്രയും വിലയുടെ പശുവിനെ അവർക്ക് മേടിക്കാൻ മുതലാവില്ല, ഇങ്ങോട്ടേക്ക് വരണില്ല. കാരണം വരാണ്ടിരുന്ന മെയിൻ കാരണം ഇതാ. അതാണ് ഞാൻ മെയിനായിട്ട് വില കൂടുതലുള്ള പശുക്കളെ മേടിക്കുന്നു. പിന്നെ കച്ചവടം ഇല്ലാത്ത പരിപാടി അതന്നെ. കാരണം ചെറുവിലക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വന്ന് ചിലപ്പോൾ റോട്ടിൽ കൂടെ പറഞ്ഞാൽ ആരെങ്കിലും ചേട്ടാ പശു ഉണ്ടോ, ഇപ്പോൾ പശു ഉണ്ടെന്ന് നമ്മൾ പറയും. കൊടുക്കാനുള്ളില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉണ്ടെന്ന് പറയും. അവർ വന്നിട്ട് നമ്മളൊരു 60 രൂപയ്ക്ക് മേടിച്ചൊരു പശുവിനെ 70 രൂപയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 ലാഭം കിട്ടി. അപ്പോൾ നമ്മുടെ മനസ്സിൽ കച്ചവട ബുദ്ധിയായി കഴിഞ്ഞു. അങ്ങനെ ഒരു 10 പശുവിന് കിട്ടുമ്പോൾ 1 ലക്ഷം രൂപയായി. പക്ഷേ ഇത് പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നിൽ കൂടെ നിന്ന് നടക്കാൻ നിൽക്കണം. ആ കച്ചവടം മൈൻഡ് ആ 70-60 രൂപ മേടിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. വലിയ എമൗണ്ട് മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വില പറയുമ്പോൾ ആരും ചോദിക്കുകയും ചെയ്യില്ല, വരികയും ചെയ്യില്ല.
ശരിക്കും വിൽപ്പനയല്ല, ചേട്ടനൊരു ഇഷ്ടം കൊണ്ട് വളർത്തുന്ന അല്ലേ? അപ്പൊ ചേട്ടൻ ഒരു ജിം ട്രെയിനറാണ്. അപ്പൊ പലരും ചോദിച്ചിട്ടില്ലേ ഈ പശു എന്തിനാ വളർത്തണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി അതിൽ തെറ്റുണ്ട്. ജിം ട്രെയിനർ അല്ല, ജിമ്മിലെ മാനേജറാണ്. ട്രെയിനർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി പഠിപ്പിക്കണം. നമ്മുടെ ബോഡീനെ നമുക്കറിയാം. മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ അവിടുത്തെ കാര്യങ്ങൾ നോക്കി കണ്ട് നടത്തൽ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾ രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തുകൊണ്ട് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തു, നല്ലൊരു ഓപ്ഷൻ ഉണ്ടായില്ല. ഞാൻ അത്യാവശ്യം ഇവിടുത്തെ ഈ നിയറസ്റ്റ് ഉള്ള ഹോട്ടലിലെ ഒരു GM ആയിരുന്നു. ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലെ GM ആയിരുന്നു. ഹോസ്റ്റലിലാണെങ്കിൽ ഒരു 2 ഹോസ്പിറ്റലിലെ സീനിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളും കൂടി ആയിരുന്നു. ഇതെല്ലാം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ നേരത്തെ ഒരു പശുവിന് നമുക്ക് 1000 രൂപ വെച്ച് കിട്ടണമെങ്കിൽ 7 പശു നമുക്ക് ഒരു ദിവസം 7000 രൂപ വെച്ച് കിട്ടുന്നു. അപ്പോൾ നമുക്കൊരു ഒരു മാസം 2,10,000 രൂപ വെച്ച് കിട്ടും. ഈ എമൗണ്ട് വേറെ ഏത് ജോലിക്ക് നമ്മുടെ നാട്ടിൽ ജസ്റ്റ് സിമ്പിൾ ഒന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും കല്യാണം കഴിഞ്ഞ് എനിക്ക് പിള്ളേരും കാര്യങ്ങളും ഇതിന് ഞാൻ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞാൻ എനിക്ക് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളെ ഞാൻ എന്തിനാ നാട്ടുകാരെ നോക്കി ജീവിക്കണ്ടേ? അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നത് ആൾക്കാർ എന്തിനീ പണിക്ക് കൊണ്ടിറക്കണത്? അന്നൊരു പണി ചെയ്തോ ഈ എമൗണ്ട് എനിക്ക് തരാം, ഞാൻ വേറൊരു പണിക്കും പോലും നിങ്ങൾ പറയണ ജോലിക്ക് ഞാൻ പോകും. ഇത്ര എമൗണ്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വേറൊരു ജോലിക്കും പോകും. നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട് തീർച്ചയായും. പ്രവാസികളായ ഒരുപാട് ആൾക്കാർ ഈ മേഖലയ്ക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോ കണ്ട്. അപ്പോൾ അവരോട് എന്താണ് ചേട്ടൻ പറയാനുള്ളത്? ആദ്യം പശു എന്താണെന്ന് ആദ്യം പഠിക്കുക, സിമ്പിൾ. അല്ലെങ്കിൽ ഒരു എരുമ എന്താണെന്ന് ആദ്യം പഠിക്കുക. അവരുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർ എങ്ങനെ റിക്കവറായി വരും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പനി വന്ന് എങ്ങനെ മനസ്സിലാക്കും, ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട്. അല്ല എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പശുവിനെ മേടിച്ച് പണിക്കാരെ ഏൽപ്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 1,00,000 രൂപ ഏത് വഴിക്ക് പോയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പ്രവാസിയായിരുന്നാലും ഞാൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയി അത്യാവശ്യം ഫാമുകളിൽ പോയി പഠിക്കുമായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മുടെ ഫാദർ ഈ ഫീൽഡിലുണ്ട് താനും. അങ്ങനെ അപ്പോൾ പിന്നെ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്ത് വന്നത്. പിന്നെ പ്രവാസികൾ വരാണെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു പശുവിനെ അല്ലെങ്കിൽ 2 പശുവിനെ മേടിച്ച് വീട്ടിലിട്ട് വളർത്തി, അതും പ്രത്യേകിച്ച് കറവില്ലാത്ത പശുവിനെ മേടിക്കുക. ഒരു 7 മാസം ചേനയുള്ളതോ അല്ലെങ്കിൽ കിടാവ് മേടിച്ചിട്ട് 7 മാസം ചേനേനെ മേടിക്കുമ്പോൾ കറക്കണ്ട, മനസ്സിലായോ? അതിന് മേടിച്ച് പരിചരിച്ച് പ്രസവിക്കാറാകുമ്പോൾ അതിൻ്റെ പ്രസവം കാര്യങ്ങളെല്ലാം എടുത്ത് കഴിയുമ്പോൾ അപ്പോൾ പ്രസവം പഠിച്ചു, പശുവിനെ നോക്കാൻ പഠിച്ചു. പിന്നെ കറവയാണ്. ഈ കറവയുടെ കേസിൽ വരുമ്പോഴേക്കും പശു നമ്മളായിട്ട് ഇണങ്ങി കഴിയും. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കൂടുതൽ ഇരുന്ന് കറന്നാലും പശു നമ്മളൊന്നും ചെയ്യില്ല, ചവിട്ടില്ല, തൊഴിച്ചില്ല, ചെയ്യില്ല. അങ്ങനെ ആ പശുവിൽ കറവ പഠിക്കുകയും ചെയ്യും. അങ്ങനെയല്ല, പണി ഓക്കെ ആയതിനു ശേഷം മാത്രം അടുത്ത പശു മേടിക്കാം. അങ്ങനെ ഈ ഫീൽഡിൽ കൊണ്ടുപോകണം. സാധാരണ അവര് എന്താ പറയാ അവിടെ അധ്വാനിച്ച് ഒരു 10,00,000 രൂപയൊക്കെ ഇവിടെ വന്ന് മുടക്കണ അത്ര ശരിയല്ല അല്ലെ? അതെ, അവർ പണി പഠിക്കണം. അതാണോ? ആദ്യം പണി പഠിക്കുക. ആദ്യം പ്രസവ ശുശ്രൂഷ ആദ്യം പഠിക്കുക, പിന്നെ കറവ പഠിക്കുക, പിന്നെ ഹീറ്റിങ്ങിൽ കുത്തിവെക്കുന്ന കാര്യം പഠിക്കുക. അങ്ങനെ എല്ലാം പഠിച്ച് വന്നതിന് ശേഷം കറക്റ്റ് 1 കൊല്ലം പിടിക്കും നമ്മൾ ഒരു പശുവിനെ പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ എത്ര പശുവിനെ മേടിച്ചോ, 2 അല്ല 5 അല്ല 10 അല്ല എത്ര എണ്ണത്തിന് മേടിച്ചോ ഒരു കുഴപ്പമില്ല. കാരണം എല്ലാ പണി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു പശുവിൽ പണി പഠിച്ചാൽ മതി. ആ ഒരു പശുവിൽ പണി പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം എന്ത്, നമുക്കൊരു 20 പശു 30 പശു വന്നാലും നമുക്ക് പണി പഠിച്ചു എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അല്ലാണ്ട് ഒറ്റയടിക്ക് ഒരുമിച്ച് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം നമുക്കൊന്നും അറിയത്തില്ല. അത് നമ്മൾ കൊച്ചിനെ നമ്മൾ നേരെ കൊണ്ടുപോയി ഫസ്റ്റിൽ ഇരുന്ന പോലെ ആയിരിക്കും. ഞാൻ ഇവിടെ വെറുതെ ഒരു ടാർപ്പായ വലിച്ചിട്ട് ഒരു 7 മാസം ചേനയുള്ള പശുവിനെ ഒരു റബ്ബർ മാറ്റും വിരിച്ചിട്ട് അവിടെ കിടത്തിയതാണ്. അതുമ്മയാണ് പണിയും കാര്യങ്ങളെല്ലാം പഠിച്ച് തുടങ്ങി. എന്നിട്ട് പശുവിനെ പിന്നെ എണ്ണം കൂട്ടി ചെറിയ തൊഴുത്താക്കി. പിന്നെ അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ അവിടേക്ക് മാറി. അങ്ങനെ ഇങ്ങനെ ചുറ്റായിട്ട് വീടിന് ഈ ബാക്കിലെ പ്ലോട്ട് മൊത്തം ഫാമാക്കി മാത്രം മാറ്റിയിരുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര പശുക്കളുണ്ട്? ആക്ച്വലി എനിക്ക് 7 10 ഉണ്ട്. രാവിലെ തന്നെ എനിക്ക് ഒരു 10 പശുക്കളുണ്ട് ഏകദേശം. ഏറ്റവും കുറഞ്ഞത് ഒരു 150-200 ലിറ്ററോളം പാല് രാവിലെ മാത്രം നമുക്ക് 10 പശുക്കൾ. എന്താന്നറിയോ ഇവിടെ പാലുള്ള പശുക്കൾ ഉള്ളതുകൊണ്ടാട്ടോ. അത് വേറെ കാര്യം കേട്ടോ. കാരണം സാധാരണ പെട്ടെന്നൊരു ആലോചന എത്ര കിട്ടുമോ? ഇല്ല കാരണം ചില പശുക്കളൊക്കെ ഒരു 15, ചിലതിന് 20. അങ്ങനെയാണ് രാവിലത്തെ കണക്ക് വരും. എല്ലാം കറവ പശുക്കൾ എല്ലാവരും. വിൽപ്പന എങ്ങനെയാ? പാല് ഞാൻ കംപ്ലീറ്റ് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നു. വീടുകളിൽ അത്ര അത്യാവശ്യമുള്ള ഒരു വീട്ടിൽ വന്ന് മേടിക്കണമെങ്കിൽ മാത്രം കൊടുക്കും. അതും പരമാവധി ഞാൻ വീടുകളിൽ കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യില്ല. മെയിനായിട്ട് നമ്മുടെ പണിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ്. കാരണം ഒരു 10 രൂപ കുറഞ്ഞാലും ഒരുമിച്ച് പാല് കയറിപ്പോയി ഒറ്റടിക്ക് പൈസ കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മൾ 1 ലിറ്റർ 1/2 ലിറ്റർ ഈ കുപ്പികളാക്കി കൊടുക്കണ്ട. അത് ഒന്നാമത്തെ കേസ്. പിന്നെ അത് മാത്രമല്ല എല്ലാ മാസം ആ ഡേറ്റ് ആകുമ്പോൾ അവിടെ വീട്ടിൽ പോയി ചോദിക്കാം ചേട്ടാ പൈസ ഇട്ടില്ല. അപ്പോൾ ചേട്ടൻ പറയും നാളെ തരാം. പിന്നെ 2 ദിവസം ഞാൻ പറയും, ചിലവർ പറയും ഒരാഴ്ച ആയിട്ട് പറയും.
നമ്മൾ എന്തിനാ നമ്മൾ പണിയെടുത്ത പൈസ വലിയവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ അവിടെ പിന്നെ കൂടെ നടക്കാൻ നിൽക്കണേ. ആ നേരം കൊണ്ട് നമുക്ക് നേരെ സൊസൈറ്റിയിൽ കൊണ്ടുപോയി പാല് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ 10 ദിവസം മുമ്പ് കിട്ടുന്ന എമൗണ്ട് കുറച്ച് കുറഞ്ഞാലും സമാധാനത്തോടെ നമുക്ക് രാത്രി കിടന്നു തുടങ്ങാം. അത് മാത്രമല്ല കുപ്പി കഴുകണ്ട, വേറെ പ്രശ്നം കംപ്ലൈൻസ് ഇല്ല, ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ ഒരു 50 രൂപ തോതിൽ നമുക്ക് ലിറ്ററിന് പാല് കിട്ടിയാലും കിട്ടിയാലും പിന്നെ അതുകൂടാതെ മാസം അല്ല ഒരു കൊല്ലത്തിൽ ബോണസ് വരുന്നുണ്ട്. പിന്നെ 3 രൂപ ബ്ലോക്കിൻ്റെ അത് കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും സബ്സിഡിക്ക് വെച്ച് കൂട്ടുമ്പോൾ എങ്ങനെ ഒരു ലിറ്റർ നമുക്ക് അത് 60 രൂപ ഏകദേശം കിട്ടും. അതാണ് കാൽക്കുലേഷൻ എൻ്റെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞ കൊല്ലം ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതെ, കാരണം ആൾക്കാർ നോക്കുമ്പോൾ പ്രത്യേകം പറയുന്നത് ഇപ്പോൾ ഒരു 70 നമുക്ക് കിട്ടുന്നുണ്ടാവും, ശരിയാണ്. പക്ഷേ ഈ 70 സൊസൈറ്റി കൊടുക്കുമ്പോൾ 50 കിട്ടണം, 20 രൂപയുടെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള സബ്സിഡി അതുപോലെ തന്നെ ബോണസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഏകദേശം ഈ 60 രൂപ നമുക്ക് 10 രൂപ കുറവ് വരുന്നുള്ളൂ. ആണ് ഞാൻ ഇവിടെ സൊസൈറ്റിയിൽ മാത്രം പാല് കൂടുതലുള്ളതുകൊണ്ട് അതന്നെ. ചേട്ടാ അപ്പൊ ഇവിടെ ചാണകം എന്താ ചെയ്യണേ? ചാണകം നമ്മളിവിടെ ഉണക്കി കൊടുക്കാണ്. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ചാണകങ്ങൾ ഇവിടെ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യും. അതിൻ്റെ വേനൽക്കാലം ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ പണിക്കാരെ നിർത്തി വാരി ഉണക്കി ഏകദേശം ഒരു 250-300 രൂപ ചാക്കര എന്ന രീതിയിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. കേസിന്റെ ചാക്കൻ അല്ലേ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫാം ആട്ടോ. കാരണം ചേട്ടൻ ചെയ്യുന്ന സമയലാഭമാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. മഴക്കാലത്ത് സാധാരണ ഇവിടെ പശുത്തൊട്ടിലൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട്, സ്മെല്ലില്ലല്ലോ? ഇത് മെയിൻ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഓക്കെ, കാരണം അവിടുത്തെ നിന്നാണ് നമ്മൾ ഡയറക്റ്റ് ഇപ്പൊ യൂറിനൊക്കെ ഡയറക്റ്റ് പോവാണ് നമ്മൾ കൊണ്ട് കലക്കി ഒഴിക്കുന്നത്. അതെ അതെ, നേരെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് എത്തും. വെള്ളം ഐറ്റംസ് എല്ലാം നേരെ ബയോഗ്യാസ് പ്ലാന്റിലെത്തി അവിടെ നിന്നാണ് ഡയറക്റ്റ് പോകുന്നത്. പിന്നെ ചാണമെല്ലാം നമ്മളിവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മൾ വേറെ കെമിക്കലും കാര്യങ്ങളും ചേർക്കുന്നില്ല, അതുകൊണ്ട് ചാണകത്തിന് വലിയ പ്രശ്നമില്ല. സ്മെല്ലും കാര്യങ്ങളൊക്കെ നാച്ചുറൽ സ്മെല്ല് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തോരം ബയോഗ്യാസ് കിട്ടും? ആക്ച്വലി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ നല്ല ഗ്യാസും കിട്ടുന്നുണ്ട്. കാരണം ഇപ്പം നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഗ്യാസ് കാണാൻ ഓൾറെഡി ഫ്ലോർ ഗ്യാസ് നിറഞ്ഞിട്ട് ഇപ്പോൾ ഓൾറെഡി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം അതുപോലെ ഗ്യാസ് നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം മെയിനായിട്ട് യൂറിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ LPG ഗ്യാസിന്റെ ആവശ്യമുണ്ടോ? വളരെ ചുരുക്കം. നമ്മൾ എന്തെങ്കിലും നമ്മൾ എപ്പോഴും ഒരു സ്പെയർ മേടിച്ച് വെക്കുന്ന പറയല്ലേ, അതുകൊണ്ട് മാത്രം മേടിച്ച് വെക്കണം. ഈ സമയത്ത് ഗ്യാസിന്റെ ക്ഷാമം വന്നപ്പോ നമുക്ക് അത്ര ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം. ചേട്ടാ അപ്പൊ ഇത്രയും തൊഴുത്തുകളുടെ സെന്ററിലാണോ തീറ്റയുടെ ഒരു സ്റ്റോറേജും കാര്യങ്ങളും വെച്ചിരിക്കുന്നത്, തീറ്റ വെച്ചിരിക്കുന്നത്? കാരണം എല്ലാ സൈഡിലേക്കും നമുക്ക് ഈക്വലായിട്ട് പോകാൻ വേണ്ടി. അതായത് നമ്മൾ സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ തൊഴുത്തുകളിലും നമ്മൾ ഫുഡ് ഒരറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെ ചോന്ന് കൊണ്ടുപോകണം. ഇതാണെങ്കിൽ സെൻട്രൽ ആയതുകൊണ്ട് എല്ലാ സൈഡിലേക്കും ഏറ്റവും ചുരുക്കം എല്ലാ സൈഡിലും എല്ലാ പരിപാടിയും തീരുമാനിച്ചു. നല്ല ഐഡിയ കേട്ടോ. അത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് എടുക്കാം, ഇങ്ങോട്ട് എടുക്കാം, എവിടേക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സെക്ഷനാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സെക്ഷനിൽ നടക്കുന്ന സമയത്ത് ഇപ്പോൾ തീറ്റ കൂടി കൊടുത്തു, ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിപ്പോൾ വൈക്കോലോട്ട് കൊടുക്കും. അപ്പോൾ അവിടെ ഉള്ളവർ മിക്കവാറും കൂടി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വൈക്കോൽ എടുക്കുന്നത് ഇവർ കാണുന്നില്ല. മെയിൻ കാര്യം അവിടെയാണെങ്കിൽ കൂടിയ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടും പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അപ്പോൾ പിന്നെ അവിടെ ബഹളമായ കാര്യങ്ങൾ, കാരണം പശുക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം അങ്ങനെയാണ്. പക്ഷേ ഈ പല കോർണറിലായതുകൊണ്ട് പിന്നെ സെൻട്രൽ തീറ്റ വെച്ചതുകൊണ്ട് പശുക്കൾക്ക് ആർക്കും കാണാനും പറ്റില്ല, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. കാരണം നമ്മൾ നേരെ അവരുടെ ഫ്രണ്ടിലേക്കാണ് തീറ്റ കൊണ്ടുപോകുന്നത്. അവരുടെ ഫ്രണ്ടിൽ കൂടെ എന്താ പറയാ, നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ബിരിയാണിയും കൊണ്ട് അപ്പുറത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് സെയിം സിസ്റ്റമാണ്. ആ സിസ്റ്റം നമ്മളിവിടെ ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ലിൻസ് എന്ന ചെറുപ്പക്കാരന്റെ പശുഫാമാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞങ്ങളുടെ ചാനൽ പുതിയതായി കാണുന്നവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത നല്ലൊരു ഫാമിംഗ് വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.